ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇപ്പൊ നമ്മളെ വേനൽക്കാലല്ലേ, വേനൽക്കാലത്ത് നമ്മളെ മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോവുക, മുടിയുടെ തലപ്പ് രണ്ടായിട്ട് പിളർന്ന് നിൽക്കുക, അങ്ങനെയൊക്കെ എല്ലാവർക്കും കാണുമല്ലേ. വേനൽക്കാലത്ത് നമ്മൾ നന്നായി മുടി സംരക്ഷിക്കണം. അപ്പൊ അതിനുള്ളൊരു റെമഡിയും കൊണ്ടാണ് അമ്മ വന്നിരിക്കുന്നത്. അതെന്താന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, മുടി നന്നായി കെട്ടറുത്ത് കൂടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയുള്ള മുടിയാക്കി വെക്കണം. അമ്മ അപ്പൊ അത് നല്ല കൂടൊന്നുമില്ലാതെ, ചിലവര് ചിക്ക് ഒക്കെ പറയുന്നുണ്ടല്ലേ കൂടിന്. ഞാൻ വെറുതെ കട്ടെടുക്കണേന് എന്താ കൂടെന്നാ പറയണത്. എന്തായാലും ഒരേപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ വലിയ കോമ്പ് വെച്ചിട്ട് ഒന്ന് ചീന്തി ഇട്ട മുടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഒട്ടിയപ്പോ ഒന്നിങ്ങനെ കൈകൊണ്ടാക്കിയതാണത്. എന്നിട്ട് നമ്മൾ കണ്ടോ, നമ്മൾ തേക്കണ ഏത് എണ്ണ വെച്ചാലും കണ്ടല്ലോ, ഏത് എണ്ണ വെച്ചാലും നമ്മൾ കുറച്ച് എണ്ണ മതി. കുറച്ച് എണ്ണ എടുത്തിട്ട് കണ്ടോ, കുറച്ചെടുത്തു. ഇത് കയ്യിൽ നന്നായി കണ്ടോ, നല്ല ചൂടാക്കണം നമ്മുടെ മുടി. കണ്ടല്ലോ, നല്ല എണ്ണ നന്നായി ചൂടാക്കണം, മുടിയല്ല എണ്ണ നന്നായി കണ്ടോ അങ്ങനെ ചൂടാക്കി കുറച്ച് തേച്ചാൽ മതി. നമ്മൾ കണ്ടോ എന്നത്തെയും പോലെ ഞാൻ ഓൾറെഡി കുറച്ച് മസാജ് ചെയ്ത് വെച്ചോ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്നുള്ള പരാതി വേണ്ട. ഇനി ആരെങ്കിലും ഉള്ളിനീരാണ് അമ്മ ഒന്ന് തേക്കാൻ പോണത്, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിൽ എണ്ണ തേക്കാതെ അപ്ലൈ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഞാൻ തേച്ചതാണ് എൻ്റെ മുടിയുടെ തുമ്പ് വരേക്ക് അത്യാവശ്യം എണ്ണ തേച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. തുമ്പ് വരേക്ക് ഞാൻ എണ്ണ തേച്ചെന്നു കണ്ടോ, രാവിലെ ഞാൻ എണ്ണ തുമ്പ് വരേക്ക് തേച്ചെന്നു. എന്നാലും ഇനി നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും ഇത് പരീക്ഷിക്കുമ്പോൾ എന്തിനും നമ്മൾ കുറച്ച് എണ്ണ ഇല്ലെങ്കിൽ പിന്നെ കൂടുതൽ മുടി ഡ്രൈ ആയി പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ അത്യാവശ്യം എണ്ണ തൊട്ട് പുരട്ടി കണ്ടോ. നമ്മളെ പ്രായമായവരെ പോലെയല്ല, കുട്ടികളാവുമ്പോൾ അവരെ മുടി ഡാമേജ് ആവാൻ പാടില്ല. ഏത് കാലത്തും അവർക്ക് മുടി വളർച്ച കൂടുന്ന പ്രായമാണല്ലേ, നമ്മളെ പോലെയല്ല. അപ്പൊ കണ്ടോ, മുടിയിൽ അത്യാവശ്യം എണ്ണ തൊട്ട് പുരട്ടി. പിന്നെ എന്താണെന്നറിയോ റെമഡി, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമല്ല, വലിയ ഒരു ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. അത്യാവശ്യം അരച്ചെടുത്തോളൂ കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു ഈരഴത്തോർത്ത്, നിങ്ങളുടെ കയ്യിലൊക്കെ ഷോള് കാണില്ലേ, അങ്ങനത്തെ ഷോളിലാവുമ്പോൾ കൂടുതൽ അതിൻ്റെ നീര് പോരും കേട്ടോ. അപ്പോൾ വലിയൊരു തോർത്ത് അല്ലെങ്കിൽ ഒരു കഷ്ണം തുണിയായി അതിനായിട്ട് മാറ്റി വെച്ചോളൂ. ഞാനൊരു തോർത്ത് അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, ഒരു പഴയ തോർത്ത്. എന്നാ പൊട്ടാനൊന്നും ചെയ്യാനും പാടില്ല. എന്താ വെച്ചാൽ ഒന്നുമല്ല, ഇതിന്റെയൊക്കെ ചണ്ടി നമ്മളെ മുടിയിലിരുന്ന പണ്ട് മുങ്ങി കുളിക്കും നമ്മളെ. ഇപ്പൊ നമ്മൾ ഈ ഒക്കെ ബാത്റൂമിലല്ലേ കുളി, അത് കാരണത്താലാണ് കേട്ടോ നമ്മൾ ഈ പറയണതേ. എന്താ വെച്ചാൽ ഒക്കെ പിഴിഞ്ഞെടുത്തോളൂ, എന്ത് അരിച്ചെടുത്തോളൂ എന്ന്. അപ്പൊ നമ്മൾ അരിച്ചെടുക്കുകയാണ് അപ്പൊ ചെയ്തിട്ടുള്ളത്. കണ്ടോ, എനിക്കിപ്പോ ഇത്രയും ജ്യൂസ് കിട്ടി ഒരു ഉള്ളിയില്. പക്ഷെ ചിലവർ പറയുന്നു അതിൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് തേക്കാൻ. അപ്പൊ നിങ്ങൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് തേക്കണം എന്നുള്ളവരെ തിളപ്പിച്ചാറിയ വെള്ളം ഈ ഉള്ളിയുടെ നീരിന്റെ അത്ര നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ഇതുവരെ തേക്കുമ്പോഴും വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. എനിക്കത് എന്താ അറിയില്ല, ഞാൻ വെള്ളം ഡൈല്യൂട്ട് ചെയ്യാതെ സാധാരണ ഉള്ളിക്ക് എത്ര നീര് കിട്ടും അത് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇനി മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, വീഡിയോയിലേക്ക് കടക്കണതിന്റെ മുന്നേ അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും കൂടി അമർത്തണം. നാളെയാണ് ഞാൻ അമ്മ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട വീഡിയോ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കണം. അറിയാത്ത വല്ലവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. വേനൽക്കാലത്താണ് ഇത് കൂടുതൽ തേക്കേണ്ടത്. ഉള്ളി നമുക്ക് തലയ്ക്ക് നല്ലതാണ് കേട്ടോ, തണുപ്പാണ്. ചിലവർ ഇതിൽ നാളികേരപ്പാല് കൂട്ടി തേക്കേണ്ട എല്ലാം ഉണ്ട്. പക്ഷെ അമ്മ ഇതുവരെയും ഈ ഉള്ളിനീര് വെറും ഉള്ളിനീര് മാത്രമായിട്ടാണ് തേക്കണേ കേട്ടോ. അപ്പൊ ഇനി ഉള്ളിനീര് അമ്മ തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളൊരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, ഇതിൽ നമ്മൾ വെള്ളയെ കൂട്ടാത്തോണ്ട് 10 മിനിറ്റ് തീർച്ചയായിട്ടും വെച്ചോളൂ. നീരിറക്കൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങളിതൊരു 10 മിനിറ്റ് കഴിഞ്ഞൊരു സാധാ നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞോളൂ. നിങ്ങൾക്ക് ഇത് നമുക്ക് ആഴ്ചയിൽ 3 ദിവസം തുടർന്ന് ചെയ്യാം കേട്ടോ. പിന്നെ 3 ദിവസം തുടർന്ന് ചെയ്തിട്ട് നിങ്ങളൊരു പാക്ക് ഇട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്ക്, ഉലുവി നാളികേരപ്പാല് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് നാളികേരപ്പാല്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മുരിങ്ങടയില നാളികേരപ്പാല്, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊരു പാക്ക് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്ക് ഇടാം കേട്ടോ. 3 ദിവസം ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്തതിന് ശേഷം 4ാമത്തെ ദിവസം നിങ്ങൾ സാധാ പിന്നെ ഷാമ്പു വേണമെങ്കിൽ എന്താ പറയാ, ഞാൻ പറയേണ്ടത് മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല എന്തെങ്കിലും തേച്ചിട്ട് നിങ്ങൾ മുടി സുഖമായിട്ട് കഴുകി കളഞ്ഞോളൂ. എന്നിട്ട് പിന്നെ അത്യാവശ്യം എണ്ണ തേച്ചിട്ട് തന്നെ വേണം കേട്ടോ. അതൊക്കെ കഴുകി കളയുമ്പോൾ അന്നും വേണം നിങ്ങൾ എണ്ണ തേക്കുക. പിറ്റേ ദിവസം നിങ്ങൾ തുള്ളി എണ്ണയൊക്കെ തൊട്ടുമാടി മുടി വൃത്തിയാക്കിക്കോളൂ. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ഉള്ളിനീര് തേക്കുമ്പോൾ തേച്ചോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചു തരുന്നുള്ളൂ. നാളെയും മറ്റന്നാളും ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല. ഇത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവണ കുട്ടികളല്ലേ കേട്ടോ. അപ്പൊ ഞാൻ ഉള്ളിനീര് എങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യണതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വെള്ളം ഒന്നും ചേർത്തിയിട്ടില്ല. നമുക്ക് ഒരു ഉള്ളിൽ നിന്ന് അത്യാവശ്യം നീര് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നമ്മളുടെ മുടിയിൽ അത്യാവശ്യം എല്ലായിടത്തും. ആദ്യം നിങ്ങൾ ഓട്ടിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തോളൂ. കണ്ടോ,
മുടി മാത്രം കണ്ട. ഉള്ളിയുടെ നീരാവുകൊണ്ട് എല്ലാരും കണ്ണൊന്ന് പതുക്കെ അടച്ചു പിടിച്ചു തേച്ചോളൂ. കണ്ണിലേക്ക് അയ്യാലും ആയില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നീർന്നുണ്ടാവും അല്ലെ. പക്ഷെ ഇതിനൊന്നും നമുക്ക് ഇതുവരെ തലയിൽ അപ്ലൈ ചെയ്തത് കണ്ണിലേക്ക് ഒരു എഫക്റ്റും ഇല്ല കേട്ടോ. ഇതുവരെ ഞാൻ എപ്പോഴും ചെയ്യണതാണ്. ആഴ്ചയിൽ ഞാൻ 3 പ്രാവശ്യം ഇല്ലെങ്കിലും ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് സ്ഥിരം തേക്കാറുണ്ട്. 3 പ്രാവശ്യം തേക്കില്ല ഞാൻ, ഒന്നിടവിട്ട ദിവസങ്ങളിലേ തേക്കൂ. ഒന്നുമല്ല, ഞാൻ അങ്ങനെ തേക്കാത്തത് എന്റെ ബാലൻസിന്റെ പ്രശ്നം പേടിച്ചിട്ടാ. എനിക്ക് മുടി വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇപ്പൊ എന്റെ പ്രായം പോയി. എനിക്കൊരു 10 വർഷമായിട്ട് 8 വർഷം 10 വർഷമൊക്കെ ആയിട്ട് ഈ ബാലൻസിന്റെ പ്രോബ്ലം വരുകൊണ്ടേ എല്ലാ വിധത്തിലും ഇതിങ്ങനെ തേച്ചിട്ട് എനിക്ക് ഒലുമ്പി കളയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്. ബക്കറ്റ് വാഷ് ചെയ്യുമ്പോഴും ഞാൻ കപ്പോണ്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് കഴുകി കളയണേ ഉള്ളൂ. ബക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ ഒലുമ്പാൻ പറ്റില്ല എനിക്ക്. തലേ ഇളകിയ പിറ്റേ ദിവസം എനിക്ക് തലതിരിച്ചിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ മുടിയുടെ സ്കാൽപ്പിൽ തേച്ച് ബാക്കിയുള്ളത് തുമ്പത്തൊക്കെ തേച്ചോളൂ കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ 2 ഉള്ളി വേണ്ടവര് 2 ഉള്ളി എടുത്തോളൂ. അപ്പൊ അതിനനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളം വേണ്ടവര് അങ്ങനെ ചേർത്തോളൂ. ഇനി ഞാൻ വെള്ളം ചേർത്തിയില്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വെള്ളം ചേർത്താദ്യം തേച്ചോളൂ കേട്ടോ. ഇത് വേനൽക്കാലത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി മുടി വളരും കേട്ടോ. വേനൽക്കാലത്താണ് മുടി വളരുക കണ്ടോ. ഇനി ഞാൻ തുമ്പൊക്കെ അതിലാണ്ട് ഇട്ടിട്ട് അത് പെനക്കിയാണ് ചെയ്യുന്നത് കണ്ടല്ലോ. നിങ്ങൾ നേരെ തേക്കണം കേട്ടോ, വൃത്തിയിൽ തേച്ചോളൂ. ഞാൻ എന്റെ മുടി തലയ്ക്ക് എനിക്ക് വല്ലാതെ കുമ്പിടാൻ വയ്യാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഇതൊക്കെ ഉണ്ടോ എന്റെ മുടിയിൽ എല്ലായിടത്തും അത്യാവശ്യത്തിനായിട്ടോ. എനിക്ക് വലിയൊരു ഉള്ളി എടുത്തത്, അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു അത്. എന്റെ മുഖത്ത് കൂടെ ഒക്കെ ആയല്ലേ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനും കുളിക്കും ഇപ്പൊ ഇത് തേച്ചിട്ട്. അപ്പൊ അതാ 10 മിനിറ്റ് കൃത്യമായപ്പോ അമ്മ പോയിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു, നന്നായിട്ട് കഴുകി കളഞ്ഞു. മുടി മാത്രം കഴുകി കളഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു തരാലോ വിചാരിച്ചിട്ട് നോർമൽ വെള്ളത്തിൽ കുളിച്ചു കേട്ടോ. പിന്നെ നമ്മള് ഷാമ്പു ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളിയുടെ നീരാണെങ്കിലും എന്ത് തേക്കുക ചില തലയുടെ ഒട്ടിയിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് കുറേശ്ശെ സ്കാൽപ്പിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് 2-3 ബക്കറ്റ് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം കേട്ടോ. ബക്കറ്റ് വാഷ് തല നന്നായിട്ട് കിഴക്കാൻ തൂക്ക് നിന്ന് കുമ്പിട്ട് ഒലുമ്പാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വൃത്തിയായിട്ട് തല ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് തന്നെ കഴുകി കളയണം കേട്ടോ. കാരണം ഉള്ളിയുടെ കണ്ടന്റ് ഒന്നും മുടിയിൽ നിൽക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്കത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അയച്ചിട്ട് പേടിക്കണ്ട കേട്ടോ, ദോഷം ചെയ്യും എന്നുള്ളൊരു ഭാഷ കേട്ട് പേടിക്കണ്ട. നന്നായി കഴുകി കളഞ്ഞാൽ മതി. നമ്മളിപ്പോ എണ്ണ തേച്ച് കുളിക്കണില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഉള്ളിനീര് എണ്ണ തേച്ചതിന്റെ ശേഷമാണ് ഉള്ളിനീര് തേക്കുന്നത്. അപ്പൊ എണ്ണ സ്കാൽപ്പിൽ ഉണ്ടാവുക കാരണം ഉള്ളിനീര് വേഗം കഴുകിയ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ മുടിയുടെ ഓട് കേട്ടോ. ഇനിയിപ്പോ എങ്ങാനും എണ്ണ തേക്കാൻ മറന്നു ഒരു ഉള്ളിനീരിന്റെ കൂടെ 1 സ്പൂൺ എണ്ണ ഡൈല്യൂട്ട് ചെയ്ത് തേച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഉള്ളിനീര് മാത്രമായിട്ട് ഞാൻ തേക്കും. നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം ആ ഉള്ളിനീരിന്റെ അത്ര ക്വാണ്ടിറ്റിയിൽ ചേർത്തോളൂ. ഡോക്ടർമാര് പറയണ്ട വെള്ളം കൂട്ടി തേക്കാൻ. പക്ഷെ ഞാൻ ഇതുവരെയും വെള്ളം കൂട്ടി തേച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഉള്ളിനീര് 3 ദിവസം ഞാൻ തേച്ചു പറഞ്ഞില്ലേ, അതേപോലെ 3 ദിവസം തേക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് തേച്ച് കാണിച്ചു തന്നു. ഇതേപോലെ 3 ദിവസം നിങ്ങൾക്ക് തേക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഈ ഉള്ളിനീര് നമ്മൾ അരച്ചു പിഴിഞ്ഞിട്ടാണ്. ഉലുവ ഉഴുന്ന് അങ്ങനത്തെ 2 സാധനങ്ങൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, 8 മണിക്കൂർ 10 മണിക്കൂർ കുതിർത്തതിന്റെ വെള്ളം മാത്രം. അത് നമ്മൾ അരക്കണ്ട കേട്ടോ. അരച്ചാൽ നമ്മളെ മുടിയിൽ നിന്ന് പോവാൻ ബുദ്ധിമുട്ടാ. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തേക്കാം. കുതിർന്നിട്ടുള്ള വെള്ളം കേട്ടോ. ഉഴുന്നിന്റെയും ഉലുവടിയും സുഖമായിട്ട് തേക്കാം. അതേപോലെ തന്നെ കരിഞ്ജീരകത്തിന്റെ നമുക്ക് തേക്കാം, അതും കുഴപ്പമില്ല കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർന്നത്. എള്ളിന്റെ തേക്കാം, കുതിർന്ന എള്ളിന്റെ വെള്ളം മാത്രം. അത് അരച്ചു തേക്കല് വേറെ, അത് പേക്കാവും അപ്പൊ കേട്ടോ. അപ്പൊ നിങ്ങൾ അരയ്ക്കാതെ അതിന്റെയൊക്കെ വെള്ളം തലേ ദിവസം കുതിർത്തതിന്റെ രാവിലെ തേച്ചോളൂ. സ്ഥിരം 3 ദിവസം തേക്കാം. 4ാമത്തെ ദിവസം നിങ്ങൾ ഏത് തേക്കുമ്പോഴും ഒരു പാക്ക് ഇട്ടോളൂ. നമ്മളെ മുടി നന്നായിട്ട് അബ്സോർവ് ആയിട്ട് നന്നായി വൃത്തിയായിട്ട് വളർന്നു വരാൻ ഒരു ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് പാക്കുകള്. അപ്പൊ നിങ്ങൾക്ക് പൊട്ടിപ്പൂവല് കൊഴിച്ചില് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം പാക്ക് ഇടാൻ. അതൊക്കെ മാറിയതിന്റെ ശേഷം, ഇങ്ങനത്തേക്ക് ഉപയോഗിച്ചതിന്റെ ശേഷം മാറിയതിന്റെ ശേഷം മാത്രം നിങ്ങൾ പാക്ക് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതേപോലെ കട്ടൻ ചായ നിങ്ങൾക്ക് 3 ദിവസം അല്ല 30 ദിവസം തന്നെ തേക്കാവുന്ന ഒരു സാധനമാണ്. അതിലൊന്നും ചേർക്കണ്ട. നമ്മളൊരു 2 സ്പൂൺ കട്ടൻ ചായക്ക് വെള്ളം 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് 2 സ്പൂൺ ഇട്ടിട്ട് നമ്മളൊരു 3/4 ഗ്ലാസ് 1/2 ഗ്ലാസ് വരെ നമ്മളെ ക്വാണ്ടിറ്റി വരെ കുറുക്കുക. നമ്മളെ മുടി എത്രയേ വേണം നമുക്ക് തേക്കാൻ വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി വരെ കുറുക്കിയതിന്റെ ശേഷം അത് അരിച്ച് നല്ല കൊടുത്ത ചായപ്പൊടിയിൽ ഒന്നും പാടില്ല കേട്ടോ. ആ നോർമലുള്ള കട്ടൻ ചായ നമ്മൾ മുടിയിൽ തേച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായി കഴുകി കളഞ്ഞാൽ മുടി നരം അടക്കം, ഓമന നര എന്ന് പറഞ്ഞുള്ള നര
ഉണ്ടല്ലോ അതൊക്കെ പോകട്ടെ. പിന്നെ ഓമന നര ഉണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് ഈ നരച്ചു വന്നവർക്ക് അതിങ്ങനെ പതുക്കെ പതുക്കെ പോകുള്ളൂ ആ നര കേട്ടോ. പക്ഷെ ഓമന നര ഉള്ളവർക്ക് പിന്നെ പറ്റ പോകും. കൊഴിച്ചിൽ മാറും, പൊട്ടിപ്പോല് മാറും, എല്ലാം മാറും. കട്ടൻ ചായ ഒരു നല്ല റെമഡി കേട്ടോ. നമ്മളെ മുടിക്ക് ഒരു ഒറ്റമൂലിയാണ്. അപ്പൊ നിങ്ങളെ കട്ടൻ ചായ എന്തായാലും ഉപയോഗിച്ച് നോക്കിക്കോളൂ. മുടി പൊഴിച്ചിലും പൊട്ടിപ്പോലും അങ്ങനത്തെ എല്ലാം മാറിയതിന് ശേഷം നിങ്ങൾ പേക്ക് ഇടാവൂ. ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് തേക്കാട്ടോ. പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ്, നാളികേരപ്പാല് പേക്ക്, ഉലുവ, അതേപോലെ ഉലുവ അരച്ചിട്ടുള്ള നാളികേരം, ഒരു പിടി നാളികേരം, ഒരു ലേശം ഒരു പൂണ്ടിടുക വെച്ചാൽ 2 പൂള് നാളികേരം, ഒരു ലേശം, 1 സ്പൂൺ ഉലുവ. അതാണ് കേട്ടോ ഉലുവയുടെ പേക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ നാളികേരം കൂട്ടിയിട്ട് നമ്മൾ എല്ലാം നിങ്ങളുടെ ഷോളിൽ ഒന്ന് പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ. ചണ്ടി ഒട്ടും പെടാതെ നിങ്ങൾ തേക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഉലുവയുടെ മണി ഏതെങ്കിലും അറിയാത്തുണ്ടെങ്കിലോ നാളികേരത്തിന്റെ കഷ്ണങ്ങളോ അത് മുടിയിൽ പറ്റി പിടിക്കും. നമ്മൾ 10 മിനിറ്റ് എന്തും നിങ്ങൾ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റിൽ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയിൽ നിന്ന് കഴുകി കളയാൻ നല്ല ബുദ്ധിമുട്ടാ, ഡ്രൈ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ പറയണില്ലേ, അതൊക്കെ നിങ്ങൾ ഒരുപാട് സമയം അരമണിക്കൂറുമില്ല അതും വെക്കരുത് കേട്ടോ. മുടി ഉണങ്ങിയെന്നിങ്ങനെ തോന്നണോടുകൂടി നിങ്ങൾ കഴുകാൻ ശ്രമിക്കുക. മുടിയിലാവുമ്പോൾ നമ്മൾ ശരീരത്തിൽ എന്ത് തേച്ചാലും നമ്മൾ ചകിരി എന്തെങ്കിലും ഇട്ട് നമുക്ക് നന്നായി കഴുകാം. മുടിയിൽ നമ്മൾ കൈകൊണ്ടുള്ള മസാജ് മാത്രമേ പാടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മോട് ചോദിച്ചോളൂ, കമന്റ് ബോക്സിൽ അമ്മ മറുപടി പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. വരുന്നവരേക്കും ബൈ.